ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ആ ഫ്ലവർ വേസ് പൊട്ടിച്ചതിന് ഐശ്വര്യ ശ്രീകുട്ടിയെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേസമയം എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് ആനന്ദവർമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കണ്ടില്ലേ അച്ഛാ, ബിസിനസ് ടൂറിന് പോയപ്പോ ദുബായിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാ, അതിവള് പൊട്ടിച്ചു. ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ്, മോളെ കുഞ്ഞല്ലേ, അറിയാതെ വീണ് പൊട്ടിയതാകും. എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി കരയുമ്പോ ഐശ്വര്യ പറയുകയാണ്, ഇവള് പഠിച്ച കളി, ഇതെല്ലാം അവളുടെ അഭിനയമാണെന്നും ഐശ്വര്യ പറയുന്നു. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി വീണ്ടും കരയുകയാണ്. ഇത് കണ്ട് വിഷമത്തോടെ നോക്കുകയാണ് ആനന്ദവർമ്മയും വസുന്ധരയും. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, ഇവള് വലിയ വീട്ടിലൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവളുടെ അമ്മയോ വെട്ടും കുത്തുമൊക്കെയായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. തുടർന്ന് വർമ്മ ചെന്ന് ശ്രീകുട്ടിയെ സമാധാനപ്പെടുത്തുകയാണ്. എന്റെ കയ്യിന്ന് അറിയാതെ വീണതാ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം പൊട്ടിച്ചതല്ലെന്ന് മോള് കരഞ്ഞുകൊണ്ട് പറയുന്നു. ആരുടെയും ഒന്നും എടുക്കരുതെന്നാ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ശ്രീകുട്ടി പറയുമ്പോ, പിന്നെ ഇതാരാ താഴെയിട്ട് പൊട്ടിച്ചതെന്ന് ഐശ്വര്യയും ചോദിക്കുന്നു. ഐശ്വര്യ മതി, ഇതൊരു കുഞ്ഞാണ്, അല്ലെങ്കിലേ കുഞ്ഞമ്മയെ പിരിഞ്ഞാ നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോ ശ്രീകുട്ടിയെ സമാധാനപ്പെടുത്തുകയാണ് വർമ്മ. തുടർന്ന് ശ്രീകുട്ടിയോട് അപ്പുറത്തെങ്ങാനും മാറിപ്പോയിരുന്ന് കളിക്കാൻ പറയുകയാണ് വസുന്ധര. അങ്ങനെ മോള് പോയി കഴിഞ്ഞ് വസുന്ധര വർമ്മയോട് പറയുകയാണ്, അതൊരു കുഞ്ഞാണ് ശരി തന്നെ, പക്ഷേ ഇവിടെയുള്ള ആർക്കും ആ കുട്ടിയുമായിട്ട് ഒരടുപ്പവും വേണ്ട. എന്താ മോളുടെ സങ്കടം കണ്ടപ്പോ മുത്തശ്ശന്റെ മനസ്സ് വേദനിച്ചോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ്, അതെ, എന്റെ മനസ്സ് വേദനിച്ചു. നമുക്ക് അരുണിന്റെ ജീവിതമാണ് പ്രധാനമെന്ന് വസുന്ധര പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് വർമ്മ. ഇനിയും വൈകിക്കാൻ പാടില്ല, ശ്രീകുട്ടിയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകില്ലെന്നും വസുന്ധര മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ദേവകി ശ്യാമയെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും അഖിൽ സാർ വന്നിട്ട് മതിയെന്ന് ശ്യാമ പറയുന്നു. മോളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, നാളെ രാവിലെ റിയാലിറ്റി ഷോയ്ക്ക് പോകാനുള്ളതാ, ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാസുദേവൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്യാമ പറയുകയാണ്, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. മോൾ ഇനിയും ഉയരങ്ങളിലെത്തണം, അതുമാത്രമാ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. ശരിയാ മോളെ, മോളുടെ വിജയമാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നമെന്ന് ദേവകിയും പറയുന്നു. ഈ കുടുംബത്തിന് ദൈവം തന്ന സൗഭാഗ്യമാണ് മോളുടെ ഈ ശബ്ദം. പാടാനുള്ള സിദ്ധി അത് ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ട അവസരമാണിത്. ദൈവം മനുഷ്യർക്ക് രക്ഷപ്പെടാൻ അപൂർവം ചില അവസരങ്ങൾ നൽകും. ആ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയാലേ നമ്മൾ സാധാരണക്കാരെ പോലെ കഴിയേണ്ടി വരും. മോൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഈശ്വരൻ തന്നിരിക്കുന്ന സുവർണ അവസരമാണിത്. ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തണം. നാലാള് അറിയുന്ന രീതിയിൽ എൻ്റെ മോള് അറിയപ്പെടുകയും വേണം. മോള് വലിയൊരാളാകുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, അഖിൽ മോൻ. എപ്പോഴും എൻ്റെ മോളുടെ മനസ്സിൽ ആ മുഖം ഉണ്ടാകണം. മോൾക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടല്ലോ, എൻ്റെ മോള് വിജയിച്ചു വരും. അപ്പുവിനെയും അച്ഛനെയും അമ്മയെയും അഖിൽ സാറിനെയും ആരെയും ഞാൻ നിരാശപ്പെടുത്തില്ല. ഇപ്പോ ഈ മത്സരത്തിൽ വിജയിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയെയാണ്. മുറിയിലെത്തുന്ന അശ്വതി ശ്രീകുട്ടിയുമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. എൻ്റെ മോളിപ്പോ എന്നെ കാണാതെ വിഷമത്തോടെ ഇരിക്കുകയാവും. അരുണിനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അശ്വതി അരുണിനെ വിളിക്കുമ്പോൾ, എന്താ അഭിരാമി, എന്തു പറ്റിയെന്ന് അരുൺ ചോദിക്കുന്നു. ശ്രീകുട്ടി അവിടെ. വിഷമിക്കേണ്ട അഭിരാമി, മോൾക്ക് അവിടെ ഒരു പ്രശ്നവുമില്ല. എൻ്റെ മോള് എന്നെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ, വിഷമിക്കേണ്ടെന്നും അവിടെ എല്ലാം നോക്കാൻ അമൃതേടത്തി ഉണ്ടല്ലോ എന്നും അരുൺ പറയുന്നു. പിന്നെ ഞാനും ഉണ്ടല്ലോ എന്ന് അരുൺ പറയുമ്പോൾ അശ്വതി ചോദിക്കുകയാണ്, അരുണിന് മോളുടെ അടുത്തേക്ക് അങ്ങനെ ചെല്ലാൻ സാധിക്കുമോ? അവിടെ എല്ലാവരും ഉള്ളതല്ലേ. അതൊന്നും പ്രശ്നമില്ല, ഇടയ്ക്കൊക്കെ എനിക്ക് മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും മോള് സുരക്ഷിതമായ ഒരു സ്ഥലത്തല്ലേ വന്നത്, അതാ സമാധാനമെന്ന് അശ്വതി പറയുമ്പോൾ അരുൺ പറയുകയാണ്, അവസാനം എൻ്റെ മോള് എൻ്റെ അടുത്ത് തന്നെ എത്തിയല്ലോ. അങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരു അച്ഛൻ്റെ വാത്സല്യം അവൾക്ക് കിട്ടട്ടെ. അഭി വിഷമിക്കേണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇവിടെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ അവളുടെ അച്ഛനുണ്ട്. ഞാനിപ്പോ മോളുടെ അടുത്തേക്ക് പോവുകയാണെന്നും പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അരുൺ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ക്ഷീണിച്ച് സെറ്റിയിൽ കിടന്നുറങ്ങുകയാണ് ശ്രീകുട്ടി. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അരുൺ ആ കാഴ്ച കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ്. പാവം എൻ്റെ മോള് ഇവിടെ ഒറ്റയ്ക്കാ, അവിടെ റൂമിലും. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് അരുൺ. എൻ്റെ മോളെ എൻ്റെ അടുത്ത് കിടത്താനുള്ള ഭാഗ്യം പോലും എനിക്കില്ലാണ്ടായി പോയല്ലോ, ഞാനിപ്പോ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ തലയിൽ തലോടുകയാണ് അരുൺ. അതേസമയം ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത. അതേസമയം അങ്ങോട്ടേക്ക് ആദിയും വരുന്നു. മോള് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുക? തുടർന്ന് ആദിയും അമൃതയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ചാടി എഴുന്നേൽക്കുകയാണ് അരുൺ. ഞാൻ റൂമിലേക്ക് പോവുകയായിരുന്നു, അപ്പോഴാ മോൾ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത് കണ്ടത്.
രാത്രിയല്ലേ, പേടിക്കില്ലേ എന്ന് കരുതി ഞാനിവിടെ ഇരുന്നതാ. ഞാൻ എന്താണെങ്കിലും റൂമിലേക്ക് പോവുകയാ, എനിക്ക് ഉറക്കം വരുന്നു. ഏട്ടത്തി ഇപ്പോൾ മുറിയിലേക്ക് കൊണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ അവിടുന്ന് പോകുമ്പോൾ ആദിയോട് മോളെ എടുക്കാൻ പറയുകയാണ് അമൃത. അതൊക്കെ വേണോ അമൃതേ? ഇങ്ങനെ നമ്മളായി സ്നേഹമൊക്കെ കൊടുത്താൽ പിന്നെ അവസാനം അത് വലിയ പ്രശ്നമാകും. തുടർന്ന് ആദ്യ ശ്രീകുട്ടിയും എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. റിയാലിറ്റി ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്റെ കണ്ണന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ. കണ്ണ, ഇന്ന് കടുത്ത മത്സരം തന്നെയാണ്. ഈ മത്സരത്തിൽ ജയിച്ച് എനിക്ക് അടുത്ത മത്സരത്തിലേക്ക് കടക്കാൻ സാധിക്കണേ. അതേസമയം അഖിലും മറ്റുള്ളവരും ശ്യാമ വരുന്നതും കാത്ത് പുറത്തു നിൽക്കുകയാണ്. അങ്ങനെ ശ്യാമയും അഖിലും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ ഓഫീസാണ്. അക്കൗണ്ടിലെ 10 ലക്ഷം രൂപയുടെ നഷ്ടം എടുത്തു കാണിക്കുകയാണ് അശ്വതി. ഇത് കാണുന്ന അവിടുത്തെ പഴയ അക്കൗണ്ടന്റ് പറയുകയാണ്, ഇല്ല മേഡം, ഇത് പഴയ അക്കൗണ്ടാ, കഴിഞ്ഞ വർഷത്തെ എങ്ങാണ്ടയാ, അല്ലാതെ ഇപ്പോഴത്തെ ഒന്നുമല്ലെന്ന് അവർ പറയുമ്പോൾ അല്ലെന്നും 10 ലക്ഷം രൂപ കുറവുണ്ടെന്നും അശ്വതി തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുമ്പോൾ വർമ്മയും അത്ഭുതത്തോടെ അശ്വതിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.